വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. LSGD എക്സാംസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ആയിട്ടുള്ള PSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഡിസ്കസ് ചെയ്തിട്ട് തന്നെ പോവാം, പഠിച്ചിട്ട് പോവാം. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ കുറച്ചധികം എക്സ്ട്രാ ഉള്ള ക്വസ്റ്റ്യൻസും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ കാണാറുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് പോവാം. സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. So first question, the part of a circle bounded by an arc and its chord is always chord. Sector, value of pi segment, semicircle. സോ ഇത് വേറെ ഒന്നുമില്ല, ആർക്കും കോഡും ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആർക്കും കോഡും ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ കുഞ്ഞിലേ പഠിക്കുന്നതാണ്, എഞ്ചിനീയറിങ്ങിന് കയറുമ്പോഴല്ല കുഞ്ഞിലേ പഠിക്കുന്ന സംഭവമാണ്. എന്താണ് ആൻസർ വരുന്നത്? സെഗ്മെൻ്റ് ആണ് 1C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് ഈസ് ടു വർക്ക് ഫ്രം. മെയിൻ പ്രിൻസിപ്പിളാണ് ചോദിച്ചിരിക്കുന്ന, ഓപ്ഷൻ സി ആണ്, ഹോൾ ടു ദി പാർട്ട്. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം, എത്ര പ്രാവശ്യമൊന്നുമില്ല, ഒരുപാട് പ്രാവശ്യം കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എമംഗ് ദ ഫോളോയിങ് എ ടോട്ടൽ സ്റ്റേഷൻ ഡസ് നോട്ട് ഡയറക്ട്ലി മെഷേഴ്സ്. ഈ തന്നിരിക്കുന്നതിൽ ടോട്ടൽ സ്റ്റേഷനിൽ ഡയറക്ട്ലി മെഷർ ചെയ്യാൻ പറ്റാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റും, വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യാം, സ്ലോപ്പ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. പക്ഷെ നമുക്ക് ഡയറക്റ്റ് കിട്ടാത്ത ലെവൽ ഡിഫറൻസ് ആണ്. നമ്മൾ ലെവൽ ഡിഫറൻസ് എടുക്കുമ്പോൾ മെയിനായിട്ട് ലെവലിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ഐസോമെട്രിക് ലെങ്ത് ടു ഇറ്റ്സ് ട്രൂ ലെങ്ത് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു. ഗ്രാഫിക്സിലെ പ്രൊജക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതിൽ തന്നെ ഐസോമെട്രിക്കിലെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഐസോമെട്രിക് ലെങ്തിൻ്റെയും ട്രൂ ലെങ്തിൻ്റെയും റേഷ്യോ എടുക്കുമ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏത് വാല്യൂ ആണ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.815. നമുക്ക് നോർമലി പഠിക്കുന്നത് 0.816 ആണ്. സോ നമുക്കപ്പം അതിന് റിലേറ്റ് ചെയ്ത് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.815 ആണ് വരുന്നത്. ഇനി ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുമ്പം 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ എഡ്ജസ് ആയിരിക്കും ഈക്വലി ഇൻക്ലൈൻഡ് ചെയ്ത് വരുന്ന രീതിയിലുള്ള പ്രൊജക്ഷൻസ് ആയിരിക്കും വരുന്നത്. നോർമലി ഇതിൻ്റെ ഡയമെൻഷൻസ്, ഐസോമെട്രിക്കിൻ്റെ ഡയമെൻഷൻസ് 81.6% ബേസ്ഡ് റെഡ്യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. 81.6% റിഡക്ഷനിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഐസോമെട്രിക്കിൻ്റെ ആംഗിൾസ്, അത് വ്യൂസിൻ്റെ ഐസോമെട്രിക് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ആംഗിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ അത് വരുന്നത് നോർമലി ഈ ഒരു രീതിയിൽ വരുമ്പോൾ ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. 120 ഡിഗ്രി ആണ് ആംഗിൾ വരുന്നത്. ഓൾ ഐസോമെട്രിക് ആക്സിസ് മേക്സ് ആൻ ആംഗിൾ 120 ഡിഗ്രി ബിറ്റ്വീൻ ദം. ആൻഡ് ദെൻ ഐസോമെട്രിക് വ്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ഐസോമെട്രിക് പ്രൊജക്ഷൻസ്. അത് എത്രയാണെന്ന് ചോദിച്ചാൽ 122.5% ആണ്. ഐസോമെട്രിക് വ്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഐസോമെട്രിക് പ്രൊജക്ഷൻസ് ബൈ 122.5%. ആൻഡ് ദെൻ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 30 ഡിഗ്രി ആണ് വരുന്നത്. 30 ഡിഗ്രി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാ പോയിൻറ്റ്സും പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. ഓൾ ഹൊറിസോണ്ടൽ ലൈൻസ് ഓഫ് ഒബ്ജക്റ്റ് ആർ റെപ്രസെൻറ്റഡ് ബൈ എ ലൈൻ ഇൻക്ലൈൻഡ് 30 ഡിഗ്രി വിത്ത് ദി ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഐസോമെട്രിക്കിലൊന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഐസോമെട്രിക്കിലോട്ട്, നോർമൽ വ്യൂവിൽ നിന്ന് ഐസോമെട്രിക്കിലോട്ട് മാറ്റുന്ന സമയത്ത് സ്ക്വയർ ആണെങ്കിൽ അത് റോംബസ് ആയിട്ട് മാറും. ശ്രദ്ധിക്കുക, സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത് റോംബസ്, സർക്കിളാണ് വരുന്നതെങ്കിൽ അത് എലിപ്സിലോട്ട് മാറും. സ്ക്വയർ ആണെങ്കിൽ റോംബസിലോട്ട്, സർക്കിൾ ആണെങ്കിൽ എലിപ്സിലോട്ട് മാറും. ഇതൊന്ന് അറിഞ്ഞിരിക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഐസോമെട്രിക്കൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, അതാണ് കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് പറഞ്ഞത്. മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ്സ് ഫോർ മെഷറിങ് ട്രാൻസ്വേഴ്സ് ആംഗിൾ. ട്രാൻസ്വേഴ്സ് ആംഗിൾ മെഷർ ചെയ്യുന്നതിന് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും മോസ്റ്റ് ആക്യുറേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നോർമൽ കേസിൽ തന്നെ
നമ്മൾ റെപ്പറ്റീഷൻ മെത്തേഡ്സും യൂസ് ചെയ്യാറുണ്ട്, റീഐട്രേഷൻ മെത്തേഡ്സും യൂസ് ചെയ്യാറുണ്ട്. റെപ്പറ്റീഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്നിലധികം ടൈംസും ഒക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് വർക്ക് കണ്ടുപിടിക്കുന്നതിനെയാണ്, വാല്യൂസ് കണ്ടുപിടിക്കുന്നതാണ് റെപ്പറ്റീഷൻ മെത്തേഡ്. റീഐട്രേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ ഒറ്റ പോയിന്റിൽ നിന്നായിരിക്കും പല പോയിന്റ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരൊറ്റ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനേ കാണുള്ളൂ. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ആക്യുറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന റെപ്പറ്റീഷൻ മെത്തേഡാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, റെപ്പറ്റീഷൻ മെത്തേഡാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ പെർഫെക്റ്റ് ചെക്ക് ലെവലിംഗ് ദ റിസൾട്ട് ഓഫ് അരിത്തമെറ്റിക് ചെക്ക് ഈസ് ഓൾവേസ്. ചെക്ക് ലെവലിങ്ങിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. അരിത്തമാറ്റിക് ചെക്കിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും? സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ HIയുടെ കാര്യമോ അല്ലെങ്കിൽ റൈസ് ആൻഡ് ഫോൾ മെത്തേഡൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ 0ക്ക് ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 0. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുക. പെർഫെക്റ്റ് ചെക്ക് ലെവലിംഗ് ദ റിസൾട്ട് ഓഫ് അരിത്തമെറ്റിക് ചെക്ക് ഈസ് ഓൾവേസ് 0. The top view of an object comes above the front view always in. അപ്പോൾ ഇതിൽ നോർമലി തന്നെ നമുക്കറിയാം ഫസ്റ്റ് ആംഗിളും തേർഡ് ആംഗിൾ പ്രൊജക്ഷൻസ് ആണ് കോമൺലി നമ്മൾ പറയുന്നത്. അതിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്നത് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഓഫ് ആൻ ഒബ്ജക്റ്റ് കംസ് എബോവ് ദി ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂവിന് എബോവ് ആയിട്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ടോപ്പ് വ്യൂ. അപ്പോൾ അങ്ങനെ വരുന്നത് എന്തിൽ മാത്രമേ വരാറുള്ളൂ? തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ മാത്രമേ വരാറുള്ളൂ. അതിൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, എന്താണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. നോർമലി അതിൽ പ്ലാന് നമ്മളിവിടെ ഫോളോ അപ്പ് ചെയ്യുന്ന അതാണ്, ഇന്ത്യക്കാർ ഫോളോ അപ്പ് ചെയ്യുന്ന അതാണ്. പ്ലാന് താഴെയായിരിക്കും. ഇപ്പോൾ ഒരു XY ലൈൻ എടുത്താൽ, റെഫറൻസ് ലൈൻ എടുത്താൽ പ്ലാന് ബിലോ പോർഷനിൽ പ്ലാനിൻ്റെ മുകളിലായിരിക്കും നമ്മുടെ എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ വരുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് വ്യൂവും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് വ്യൂ ആയിരിക്കും വരുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ ഫോളോ അപ്പ് ചെയ്യുന്ന ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ മാത്രമല്ല, റഷ്യ, UK ഒക്കെ ഇത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതേസമയം തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാന് എലിവേഷൻ്റെ മുകളിലായിരിക്കും വരുന്നത്. പ്ലാൻ എന്ന് പറയുന്നത് എലിവേഷൻ്റെ മുകളിലായിരിക്കും. ലെഫ്റ്റ് സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിലും ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് മെയിനായിട്ട് അതും മൾട്ടി വ്യൂ പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മൾട്ടി വ്യൂ പ്രൊജക്ഷൻസ് 2 ടൈപ്പാണ് വരുന്നത്, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും. അതിൽ നമ്മൾ ഇന്ത്യക്കാർ ഫോളോ അപ്പ് ചെയ്യണത് ഏതാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലെന്ന് പറയുമ്പോൾ പ്ലാന് മുകളിലായിരിക്കും എലിവേഷൻസ് വരുന്നത്. അതേസമയം നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് തേർഡ് ആംഗിൾ പ്രൊജക്ഷനാണ് വരുന്നത്. തേർഡ് ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാന് മുകളിലും എലിവേഷൻ താഴെയുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്, ടോപ്പ് വ്യൂ എന്ന് വെച്ചാൽ പ്ലാനും ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എലിവേഷനാണ്. അതുകൂടെ അറിഞ്ഞിരിക്കുക. So next question, dash field book is generally used for large scale surveying with detailed dimension work. ലാർജ് സ്കെയിൽ എന്നാണ് പറയുന്നത്. നമ്മൾ നോർമലി ലാർജ് സ്കെയിൽ വർക്കിന് യൂസ് ചെയ്യുന്നത് സിംഗിൾ ലൈനാണ്. സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കാണ് യൂസ് ചെയ്യുന്നത്. ലാർജ് പ്രൊജക്ട്സിനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കാണ്. ഡബിൾ ലൈൻ ഓർഡിനറി വർക്കിന് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ഫീൽഡ് ബുക്കിൻ്റെ സൈസ് സ്ഥിരം ചോദിക്കുന്നതാണ്. ഫീൽഡ് ബുക്കിൻ്റെ സൈസ് 20 സെൻറ്റിമീറ്റർ ഇൻറ്റു 12 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. 20 സെൻറ്റിമീറ്റർ ഇൻറ്റു 12 സെൻറ്റിമീറ്റർ. സിംഗിൾ ലൈൻ എന്ന് പറയുമ്പോൾ അതിന് കറക്റ്റ് ആ സെൻറ്ററിലൂടെ ഒരു റെഡ് ലൈൻ ആയിരിക്കും വരുന്നത്. അതേസമയം ഡബിൾ ലൈൻ എന്ന് പറയുന്ന സമയത്ത് 2 ലൈൻസ് സെൻറ്ററിൽ കൂടെ കാണും. ആ 2 ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 1.5 to 2 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ബ്ലൂ ലൈൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫീൽഡ് ബുക്കിൻ്റെ ഡയമെൻഷൻസും സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ എറർ ഡ്യൂ ടു ബാഡ് റേഞ്ചിങ് ഓൾവേസ്. എറർ ഡ്യൂ ടു ബാഡ് റേഞ്ചിങ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് എററാണ്. അപ്പം നമ്മുടെ എറേഴ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ പറയുന്ന 2 എററാണ്. അതിൽ മിസ്റ്റേക്കും ഒരു എററായിട്ട് കൂട്ടിയിട്ടുണ്ട്. അതല്ലാതെ തന്നെ മെയിൻ എറേഴ്സ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവും കോമ്പൻസേറ്റീവും ആണ്. ഇതിൻ്റെ അതർ നെയിംസും സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് എറർ എന്നാണ് പറയുന്നത്. അതേസമയം കോമ്പൻസേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ആക്സിഡൻഷ്യൽ എറർ എന്നാണ് പറയുന്നത്. ഇതിൽ തന്നെ ക്യുമുലേറ്റീവ് എറർ എന്ന് പറയുമ്പോൾ ആ ക്യുമുലേറ്റീവ് എററിൻ്റെ
എററും അവിടുത്തെ ലെങ്തിൻ്റെയും പ്രൊപ്പോർഷണൽ ചോദിക്കാൻ വേണമെങ്കിൽ എർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി ടു എൽ ആണ് വരുന്നത്. അതേസമയം കോമ്പൻസേറ്റീവ് ആണ് വരുന്നതെങ്കിൽ എറർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി ടു റൂട്ട് എൽ ആണ് വരുന്നത്. ഇതാണ് രണ്ടിൻ്റെ വ്യത്യാസം. ഇനി ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ അക്കുമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്ന എറേഴ്സ്. അപ്പോൾ അത് റിസൾട്ടിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യും. പക്ഷേ കോമ്പൻസേറ്റീവ് എന്ന് പറഞ്ഞാൽ അതും പേര് പോലെ തന്നെ കോമ്പൻസേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ റിസൾട്ടിനെ അങ്ങനെ എഫക്റ്റ് ചെയ്യത്തൊന്നുമില്ല. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കോമ്പൻസേറ്റീവ് എറർ റിമൂവ് ചെയ്യാനും പറ്റില്ല. ഇനി ഇതിൽ തന്നെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളല്ല, ഒന്ന് രണ്ടെന്ന് പറയാൻ പറ്റില്ല, ഈ റേഞ്ചിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയിൻ പിടിക്കുന്ന സമയത്ത് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ നമ്മുടെ സൈഡിൽ നിന്ന് വരാം. അത് കോമ്പൻസേറ്റീവ് ആണോ ക്യുമുലേറ്റീവ് ആണോ, അതിൻ്റെ എറർ ഏതാണ്, അതുപോലെ തന്നെ കറക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് സ്ഥിരമുള്ള PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. അതിലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇപ്പോഴും ചോദിച്ചിരിക്കുന്നത് ബാഡ് റേഞ്ചിങ്. ബാഡ് റേഞ്ചിങ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ആണ്. അതുപോലെ തന്നെ ഈ ബാഡ് റേഞ്ചിങ്ങിൻ്റെ എറർ ഏതാണെന്ന് ചോദിച്ചാൽ ബാഡ് റേഞ്ചിങ്ങിൻ്റെ എറർ എന്ന് പറയുന്നത് പോസിറ്റീവും അതുപോലെ അതിൻ്റെ കറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. അതുപോലെ ഈ പറയുന്ന ബാഡ് റേഞ്ചിങ് മാത്രമല്ല, ബാഡ് സ്ട്രെയിറ്റനിങ് ഓഫ് ചെയിൻ ചോദിച്ചാലും എന്ത് തന്നെയാണ് വരുന്നത്, ക്യുമുലേറ്റീവ് എറർ തന്നെയാണ് വരുന്നത്. അതുപോലെ നോൺ ഹൊറിസോണ്ടാലിറ്റി ഓഫ് ചെയിന്, സാഗ് ഇൻ ചെയിന്, ഇതൊക്കെ ചോദിച്ചാൽ ഇതെല്ലാം ക്യുമുലേറ്റീവിലാണ് വരുന്നത്. ഇനി കോമ്പൻസേഷൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെയാണ് കെയർലെസ് ഹോൾഡിംഗ് ആൻഡ് മാർക്കിംഗ്. കെയർലെസ് ഹോൾഡിംഗ് ആൻഡ് മാർക്കിംഗ് എന്ന് ചോദിച്ചാൽ അത് കോമ്പൻസേറ്റീവ് എററാണ്. ഇനി കോമ്പൻസേറ്റീവും ക്യുമുലേറ്റീവും ഒരുമിച്ച് വരുന്ന കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ ആ വേരിയേഷൻസ് കാരണം ഒരു എറർ ഉണ്ടായാൽ അത് കോമ്പൻസേഷൻ എററിലും വരും, ക്യുമുലേറ്റീവ് എററിലും വരും. അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ആ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ക്യുമുലേറ്റീവ് ആണോ കോമ്പൻസേറ്റീവ് ആണോ എന്നുള്ള രീതിയിൽ പറയുന്നത്. അതുപോലെ പുള്ളും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതും രണ്ട് രീതിയിലും വരാറുണ്ട്. എങ്കിലും പുള്ള് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട് ക്യുമുലേറ്റീവ് ഓർ കോമ്പൻസേറ്റീവ് എറർ ആണെന്ന്. എക്സാംസിന് പുള്ള് കറക്റ്റായിട്ട് ക്യുമുലേറ്റീവ് ഓർ കോമ്പൻസേറ്റീവ് എന്ന് ചോദിച്ചിട്ടുമുണ്ട്. ടെമ്പറേച്ചർ മിക്ക ടെക്സ്റ്റ് ബുക്കിലും ക്യുമുലേറ്റീവ് എററിന് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ടു മേക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് ഇൻ എ റെഗുലർ ഇൻ്റർവെൽ ഇൻ ടേംസ് ഓഫ് റോസ് ഓർ കോളം ഓർ അറ്റ് എ യൂണിഫോം ആംഗുലർ ഡിസ്റ്റൻസ് അറൗണ്ട് എ സെൻട്രൽ പോയിൻറ്റ് ഡാഷ് കമാൻഡ് ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോക്യാഡ്. സിമ്പിളാണ്. ഇതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് റോസ് ഓർ കോളം അല്ലെങ്കിൽ യൂണിഫോം ആംഗുലർ ഡിസ്റ്റൻസ് ബേസ് ചെയ്തിട്ട് റെഗുലർ ഇൻ്റർവെല്ലിൽ മൾട്ടിപ്പിൾ കോപ്പീസ് എന്നാണ് പറയുന്നത്. അതിന് നമുക്ക് ഒരേ ഒരു ആൻസറേ ഉള്ളൂ. ആൻസർ വരുന്നത് ഏതാണ്? അറേ. ഓപ്ഷൻ സി, array. Next question. The keyboard function key for online help in AutoCAD is. ഓട്ടോക്യാഡിൽ ഓൺലൈൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും ഫങ്ഷണൽ കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, F11. ഈ ഫങ്ഷണൽ കീസ് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു സംഭവമാണ്. സോ കുറച്ച് ഫങ്ഷണൽ കീസ് നമുക്ക് നോക്കാം. ഇതൊക്കെ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. F1 എന്ന് പറയുന്നത് ഹെൽപ്പ് തന്നെയാണ്. അതുപോലെ F2 എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് വിൻഡോ എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് വിൻഡോ ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് ഫങ്ഷണൽ കീ. F3 എന്ന് പറയുന്നത് O സ്നാപ്പാണ്. എന്താണ് O സ്നാപ്പ് എന്ന് ചോദിച്ചാൽ ഒബ്ജക്റ്റ് സ്നാപ്പാണ് O സ്നാപ്പ് എന്ന് പറയുന്നത്. F4 എന്ന് പറയുന്നത് 3D O സ്നാപ്പാണ്. 3D O സ്നാപ്പ്. F5 എന്ന് പറയുന്നത് ഐസോപ്ലെയിൻ ആണ്. F6 ഡൈനാമിക് UCS ആണ്. ഡൈനാമിക് UCS. അതുപോലെ തന്നെ F7 ഗ്രിഡ്. F8 ഓർത്തോ. F8 ഓൾമോസ്റ്റ് എല്ലാ പേർക്കും അറിയാവുന്നുള്ളൊരു സംഭവമാണ്, ആർക്കും മാറിപ്പോവാറുമില്ല അധികം. ഇതിൻ്റെ എല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. F1 to F12 വരെയുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. F9 എന്ന് പറയുന്നത് സ്നാപ്പാണ്. അതുപോലെ തന്നെ F10 പോളാർ ട്രാക്കിംഗ്. F11 ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ്. ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ്. ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ്. F12 എന്ന് പറയുന്നത് ഡൈനാമിക് ഇൻപുട്ട്. ഡൈനാമിക് ഇൻപുട്ട്. ഇത് നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ഇതിൽ തന്നെ F3, F4, F9 മാറിപ്പോവരുത്. F3 O സ്നാപ്പ്, F4 3D O സ്നാപ്പ്, F9 സ്നാപ്പ്. അതുപോലെ F7 ഗ്രിഡ്. ഇതൊന്നും മാറിപ്പോവേ ചെയ്യരുത്. എല്ലാ ക്വസ്റ്റ്യനും ഫങ്ഷണൽ കീസിൽ ഓരോ എക്സാംസിന് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. F1 to F12 വരെ ബൈ ഹാർട്ട് ആക്കിയിരിക്കുക.
Next question, the surveying which carry out for determining the area of unearthing relics of antiquities. ഓക്കെ, relics എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, ആർക്കിയോളജിക്കൽ സർവേ. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സർക്കിൾ ഈസ് ഓൾവേസ്, തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, സർക്കിളിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുമ്പം അതെന്താണ് വരുന്നത്? ആൻ എലിപ്സ് ആണ് വരുന്നത്. സർക്കിളിൻ്റെത് ആൻ എലിപ്സ്. ഇൻ ഓട്ടോക്യാഡ് കീ സ്ട്രോക്സ് കൺട്രോൾ വൈ ഫങ്ഷൻസ് ഡിഫൈൻഡ് ആസ്. കൺട്രോൾ വൈ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. കൺട്രോൾ വൈ റീഡു ആണ് വരുന്നത്. ലെഡ് ഓഫ് ദി ഡ്രോയിങ് പെൻസിൽ ഈസ് ഷാർപ്പൺ ടു ചിസൽ എഡ്ജ് ഈസ് യൂസ്ഡ്. ഇതിൽ ചിസൽ എഡ്ജ് യൂസ് ചെയ്യുന്നത് എന്തിന് എന്നുള്ള രീതിക്കാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് കാരണത്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഡ്രോയിങ് ലൈൻസ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിസൽ, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയുന്നുണ്ട് വെഡ്ജ് പോയിൻ്റ് ലെഡ്. ഇനി അതുപോലെ തന്നെ നമ്മൾ സിലിണ്ട്രിക്കൽ ലെഡ്സ് യൂസ് ചെയ്യാറുണ്ട്. സിലിണ്ട്രിക്കൽ ലെഡാണ് ചോദിച്ചതെങ്കിൽ അത് സ്കെച്ചിങ്ങിനും ഷെയ്ഡിങ്ങിനുമാണ് യൂസ് ചെയ്യുന്നത്. സ്കെച്ചിങ്ങിനും ഷെയ്ഡിങ്ങിനുമാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം കോണിക്കൽ ലെഡാണ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഫ്രീ ഹാൻഡ് ആയിട്ടുള്ള സ്കെച്ചസ്, ലെറ്ററിങ്, ഡയമെൻഷനിങ്, അതുപോലെ തിക്ക് ലൈൻസ് ഒക്കെ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോണിക്കൽ ലെഡ് യൂസ് ചെയ്യും. അതുപോലെ ഇപ്പോൾ പറഞ്ഞ ചിസൽ എഡ്ജ് അല്ലെങ്കിൽ വെഡ്ജ് ഷേപ്പ് സ്ട്രെയിറ്റ് ലൈൻസ്, ഡ്രോയിങ് ലൈൻസ് തന്നെയാണ്. അതിൽ തന്നെ കറക്റ്റ് പറഞ്ഞാൽ യൂണിഫോം തിക്നെസ്സിലുള്ള ലൈൻസ് വേണമെങ്കിൽ അങ്ങനെ തിന്നായിട്ടുള്ള ലൈൻസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസ് ഒക്കെ ഡ്രോ ചെയ്യാനെന്ന് എടുത്ത് ചോദിച്ചാലും എന്ത് തന്നെയാണ് ആൻസർ വരുന്നത്? ചിസൽ എഡ്ജാണ് വരുന്നത്. ഇനി ഇതല്ലാതെ ഒരു ബിവൽ എഡ്ജ് എന്ന് പറയുന്ന ഒരു ലെഡ് കൂടെ ഉണ്ട്. ബിവൽ ലെഡ് എന്ന് വെച്ചാൽ നമ്മൾ കോമ്പസിൽ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യില്ലേ, അതിനെയാണ് നമ്മൾ ബിവൽ ലെഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫയൽസ്, എഡിറ്റ്, വ്യൂ എറ്റ്സെട്ര ആർ ഈസിലി അവൈലബിൾ ഇൻ ഓട്ടോക്യാഡ് ഫ്രം. ഇതൊക്കെ ഈസിലി നമുക്ക് അവൈലബിൾ ആവുന്നത് ഏതിൽ നിന്നാണ്? ഓപ്ഷൻ ഡി ആണ്, മെനു ബാർ. ടൈറ്റിൽ ബാർ ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ളതാണ്. വെൻ ദ ലോക്കസ് ഓഫ് എ പോയിൻറ്റ് മൂവിങ് ഇൻ എ plane in such a way that the ratio of its distance from the focus to the distance from the directrix is constant and greater than 1. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡൗട്ടും തോന്നാൻ സാധ്യതയില്ല. ഏത് തന്നെയാണ് ആൻസർ വരുന്നത്? ഹൈപ്പർബോളയാണ്. സോ ഈക്വൽ ടു 1 ആയിരുന്നെങ്കിൽ നമുക്ക് ഏതെടുക്കാമായിരുന്നു? പരാബോള എടുക്കാമായിരുന്നു. അതുപോലെ എലിപ്സിനാണെങ്കിൽ ലെസ് ദാൻ 1 ആണ് വരുന്നത്. എലിപ്സിനാണെങ്കിൽ ലെസ് ദാൻ 1. എലിപ്സ് ലെസ് ദാൻ 1 ആണ് എസെൻട്രിസിറ്റി. ഹൈപ്പർബോള എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുപോലെ പരാബോള ഈക്വൽ ടു 1 ആണ്. ഇനി സർക്കിൾ ആയിരുന്നെങ്കിൽ 0 എന്ന് പറയാമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ കോൺ ഈസ് കട്ട് ഓഫ് ബൈ എ പ്ലെയിൻ ഇൻക്ലൈൻഡ് ടു ഇറ്റ്സ് ബേസ് ബട്ട് നോട്ട് പാസിംഗ് ത്രൂ ദ ബേസ് and the portion obtained after removing the part containing the apex. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, കാരണം ഇൻക്ലൈൻഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ട്രങ്കേറ്റഡ് കോണാണ്. ഇൻക്ലൈൻഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്രങ്കേറ്റഡ് കോണാണ്. അതേസമയം നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ടല്ല, പാരലൽ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നതെങ്കിൽ, ബേസ് ഓഫ് സർക്കിളിന് പാരലൽ എന്നായിരുന്നെങ്കിൽ ഓപ്ഷൻ ബി ഫ്രസ്ട്രം വന്നേനെ. പക്ഷേ ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് ട്രങ്കേറ്റഡ് ആണ്. പാരലൽ ആയിരുന്നെങ്കിൽ ഫ്രസ്ട്രം ഓഫ് കോൺ ആയിരുന്നു ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻക്ലൈൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത്, ട്രങ്കേറ്റഡ് കോൺ. 90th ക്വസ്റ്റ്യൻ, ദ അബ്രിവേറ്റഡ് ക്യാരക്ടർ ഓർ ഷോർട്ട്കട്ട് കീ സി ഈസ് യൂസ്ഡ് ആൻഡ് കമാൻഡ് ഫോർ ഡാഷ് ഇൻ ഓട്ടോക്യാഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ സി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ സി എന്ന് പറയുന്ന യൂസ് ചെയ്യുന്ന സർക്കിൾസ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സർക്കിൾസ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. സി യൂസ് ചെയ്യുന്നത് ഡ്രോയിങ് സർക്കിൾ. ബൈ ദ കോമ്പിനേഷൻ ഓഫ് സെറ്റ് സ്ക്വയർ വി ക്യാൻ ക്രിയേറ്റ് ഡാഷ് ആംഗിൾസ്. സെറ്റ് സ്ക്വയറിൽ നമ്മൾ അവിടെ തന്നെ ഒരു ഹൈലൈറ്റ് ചെയ്തൊരു പോയിന്റ് പഠിക്കുന്നുണ്ട്. മൾട്ടിപ്പിൾസ് ഓഫ് 50 ഡിഗ്രി നമുക്ക് സെറ്റ് സ്ക്വയറിൽ വരയ്ക്കാൻ പറ്റും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മൾട്ടിപ്പിൾസ് ഓഫ് 50 ഡിഗ്രി. ഫോർ ക്രിയേറ്റിംഗ് ആൻ ആർക്ക് ഇൻ ഓട്ടോക്യാഡ് ഡാഷ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ്. നോർമലി നമ്മൾ ആർക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ്, എ ആണ് വരുന്നത്. ആർക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് എ ആണ്. ദെൻ ഫ്രം ദ ഫോളോയിങ് വിച്ച് ഇസ് നോട്ട് ആൻ EDM ഇൻസ്ട്രുമെൻറ്റ്. ഈ താഴെ തന്നിരിക്കുന്നതിൽ EDM ഇൻസ്ട്രുമെൻറ്റ് അല്ലാത്തത് ഏതെന്നാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. തിയോഡലൈറ്റ് ആണ് EDM അല്ലാത്തത്. Dash command creates parallel lines, parallel curves, concentric circles, etc. in a specific distance at a time of AutoCAD drawing. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? പാരലൽ ലൈൻസ് വരയ്ക്കാം, പാരലൽ കർവ് വരയ്ക്കാം, കോൺസെൻട്രിക് സർക്കിൾ വരയ്ക്കാം. അതും സ്പെസിഫൈഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡിസ്റ്റൻസിൽ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ അത് ആൻസർ ഏതാണ് വരുന്നത്?
ഓഫ്സെറ്റ് ആണ്. ദ ടൈപ്പ് ഓഫ് ലൈറ്റ് ബീം യൂഷ്വലി സെൻഡ് ഔട്ട് ഫ്രം എ മോഡേൺ EDM ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ EDM ഇൻസ്ട്രുമെൻറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് ബീംസ് വേവ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് റേസ് ആണ്. ഓക്കെ, ഇൻഫ്രാറെഡ് റേസ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ലെങ്ത് ഓഫ് എ സർവേ ലൈൻ എൽ. സർവേ ലൈൻ്റെ ലെങ്ത് L ആണ്. ആൻഡ് ദ റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയുന്നത് അവിടുത്തെ ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ലാറ്റിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് L കോസ് തീറ്റ എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിപ്പാർച്ചർ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ L സൈൻ തീറ്റയാണ് വരുന്നത്. ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് L സൈൻ തീറ്റയാണ് വരുന്നത്. ദ ലൈൻ ജോയിനിങ് ദ പോയിൻ്റ് ഓഫ് ഈക്വൽ ഡിപ്പ് ആർ. ശ്രദ്ധിക്കുക, ഈക്വൽ ഡിപ്പാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഈക്വൽ ഡിപ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻസിനെ നമ്മൾ വിളിക്കുന്നത് ഐസോക്ലിനിക് ലൈൻസ് എന്നാണ്. ഐസോക്ലിനിക് ലൈൻസ് എന്നാണ്. സീറോ ഡിപ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്നത് ഏതാണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ സീറോ ഡിപ്പിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് അക്ലിനിക് ആണേ. അക്ലിനിക് സീറോ ലൈൻസ്. സീറോ ഡിപ്പിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻസ് അക്ലിനിക്. അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള ഡിപ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻസ് ഐസോക്ലിനിക് ആണ് വരുന്നത്. ഇനി അതേസമയം സെയിം ഡിക്ലിനേഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ ഏതാണെന്ന് ചോദിച്ചാൽ സെയിം ഡിക്ലിനേഷനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈന് ഐസോഗോണിക്കും സീറോ ഡിക്ലിനേഷനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് അഗോണിക് ലൈനുമാണ്. ഓക്കെ, ഇത്രയും ഒന്ന് അറിഞ്ഞിരിക്കുക. ദ വർക്കിംഗ് എഡ്ജ് ഓഫ് എ പ്ലെയിൻ അലിഡൈഡ് ഈസ് നോൺ ആസ്. പ്ലെയിൻ അലിഡൈഡിലെ ആ ഒരു വർക്കിംഗ് എഡ്ജിനെ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. ഫിഡൂഷ്യൽ എഡ്ജ് ആണ്. ഫിഡൂഷ്യൽ എഡ്ജ്. ദ അപ്പർ പ്ലേറ്റ് ഓഫ് എ ലെവലിംഗ് ഹെഡ് ഓഫ് എ ലെവൽ ഈസ് നോൺ ആസ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ട്രൈബ്രാച്ച്. ദ ഏരിയ ഓഫ് ട്രിംഡ് സൈസ് A2 ഡ്രോയിങ് ഷീറ്റ് ഈസ്. ഇത് കാണാതെ ഒന്നും പഠിച്ചു വെക്കരുത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് ആദ്യം A0 മുതലുള്ള സൈസ് എടുത്താൽ മതി. A0 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 1 മീറ്റർ സ്ക്വയർ ആണ് A0യുടെ സർഫസ് ഏരിയ. ഇത് യഥാർത്ഥം പറഞ്ഞാൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പഠിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. A0യിൽ നിന്ന് പഠിക്കുക. A0 എന്ന് പറയുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണ്. അതേസമയം A1 വരുമ്പോൾ 1ൻ്റെ ഹാഫ് 0.5. A2 എന്ന് പറഞ്ഞാൽ വീണ്ടും ഹാഫ് എടുക്കും. 0.5ൻ്റെ ഹാഫ് 0.25. A3 വരുമ്പം വീണ്ടും അതിൻ്റെ ഹാഫ് 0.125. അപ്പോൾ നിങ്ങൾ ഹാഫ് എടുക്കുന്ന രീതി നോക്കുന്നതായിരിക്കും നല്ലത്, ഈ കാണാതെ പഠിച്ച് വയ്ക്കാതെ. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഏതായിരുന്നു? A2 ആണ്. അപ്പോൾ ഇതിൽ A2 ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ്. 0.25 സ്ക്വയർ മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ കറക്ഷൻ ഡ്യൂ ടു കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ ഈസ് ഡാഷ് വെയർ D ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ഒബ്സർവേഷൻ ഇൻ കിലോമീറ്റർ. തന്നിരിക്കുന്നത് കർവേച്ചറും റിഫ്രാക്ഷനും കൂടെ ഒരുമിച്ചുള്ള കറക്ഷനാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവർ തന്നിരിക്കുന്നത് കമ്പൈൻഡ് കറക്ഷനാണ്. കമ്പൈൻഡ് കറക്ഷൻ്റെ ഇക്വേഷൻസ് നോക്കിയാൽ മാത്രം മതി. ഇതിൽ കമ്പൈൻഡ് കറക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ശ്രദ്ധിക്കുക, D കിലോമീറ്ററിലായിരിക്കണം നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The imaginary line joining the point of intersection of crosshairs at a diaphragm and the optical center of the object glass and its continuation. ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനിൽ ഒരു സംഭവം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ എന്ന് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് 31B ആണ്. ലൈൻ ഓഫ് കൊളിമേഷൻ ആണ് വരുന്നത്. ലൈൻ ഓഫ് കൊളിമേഷൻ ആണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. അതേസമയം ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ എന്നുള്ള പോർഷൻ ഇല്ല, നമുക്ക് ഒബ്ജക്റ്റ് ഗ്ലാസ് വരെ ഉള്ളൂ എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ആൻസർ ലൈൻ ഓഫ് സൈറ്റ് ആയിരുന്നേനെ. ഓക്കെ, കണ്ടിന്യൂവേഷൻ എന്നില്ല എങ്കിൽ എന്ന് വെച്ചാൽ ഇമാജിനറി ലൈൻ ജോയിനിങ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ക്രോസ് എയർ ടു ദി ഒബ്ജക്റ്റ് ഗ്ലാസ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ അതിന് നമുക്ക് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയാമായിരുന്നു. അതുപോലെ തന്നെ ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഇമാജിനറി ലൈൻ ജോയിനിങ് ദ സെൻറ്റർ ഓഫ് ഒബ്ജക്റ്റ് ഗ്ലാസ് ആൻഡ് സെൻറ്റർ ഓഫ് IPS എന്നായിരുന്നു എങ്കിൽ ശ്രദ്ധിക്കുക, സെൻറ്റർ ഓഫ് ഒബ്ജക്റ്റ് ഗ്ലാസ് ആൻഡ് സെൻറ്റർ ഓഫ് IPS വരെയുള്ള ആ ഒരു ഇമാജിനറി ലൈനിനെ നമ്മൾ പറയുന്ന പേര് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്നാണ്. ഇനി നമ്മുടെ ആ ഒരു ബബിൾ ട്യൂബിൻ്റെ സെൻറ്ററിൽ ടാൻജൻഷ്യൽ ആയിട്ടാണ് ഒരു ലൈൻ നമ്മൾ എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അത് ഇമാജിൻ ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് എന്നോ അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് എന്നോ പറയും. ഓക്കെ, അപ്പോൾ 31ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ദെൻ 32. The AutoCAD command which is used to break a polyline into its individual segments.
അപ്പോൾ പോളി ലൈനിനെ ഇൻഡിവിജ്വൽ സെഗ്മെൻറ്റ്സ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓട്ടോ കാഡിൻ്റെ കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്, എക്സ്പ്ലോഡ്. ഓപ്ഷൻ സി, എക്സ്പ്ലോഡ്. ദ IS കോഡ് റെക്കമെൻഡഡ് ഫോർ ട്രിംഡ് ഡ്രോയിങ് ഷീറ്റ് ഈസ്. ട്രിംഡ് ഡ്രോയിങ് ഷീറ്റിന് വേണ്ടിയിട്ടുള്ള IS കോഡ് ഏതാണെന്നാണ്. ഇതൊക്കെ ബേസിക്കായിട്ട് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ കോഡ് ബുക്ക് ഗ്രാഫിക്സിലെ IS 10711/2001 ആണ് വരുന്നത്. 107/11/2001. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇയർ കൂടെ പഠിച്ചു വെക്കുക. കാരണം ഇയർ മാത്രം മാറ്റിയിട്ടും എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇയർ കൂടെ പഠിച്ചു വെക്കുക. ഇതല്ലാതെ തന്നെ കുറച്ച് കോഡ് കൂടെ നിങ്ങളൊന്ന് നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ SP 46/1988. SP എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പബ്ലിക്കേഷൻസ് ആണ്. സ്കൂൾസിനും കോളേജസിനും വേണ്ടിയിട്ടുള്ള കോഡ് ബുക്കാണ് SP 46/1988 എന്ന് പറയുന്നത്. സ്കൂൾസിനും കോളേജസിനും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പബ്ലിക്കേഷൻസ് ആണ്. അടുത്ത് പറയുന്ന IS 696/1972 ആണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള കോഡ് ബുക്കാണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് അല്ലെങ്കിൽ ജനറൽ ഡ്രോയിങ് വർക്ക് എന്ന് നമുക്ക് പറയാം. 962/1989 എന്ന് പറയുന്നത് ആർക്കിടെക്ചറൽ ബേസ് ചെയ്ത് വരുന്നതാണ്. ആർക്കിടെക്ചറൽ ബേസ് ചെയ്ത് വരുന്ന ബിൽഡിംഗ് ഡ്രോയിങ് ആണ്. അതുപോലെ 9609 ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെറ്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് 9609 ആണ് വരുന്നത്. അതുപോലെ 10711 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 10713 എന്ന് വെച്ചാൽ 107 11 107 13 14 ഇതുപോലെ ഈസി ആയിട്ട് പഠിച്ചു വെച്ച് കുറച്ച് എളുപ്പമായിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ നല്ലതാണ്. അപ്പോൾ അതിൽ 11 ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് 13 ആണ്. 13 എന്ന് പറയുമ്പോഴത്തേക്കും സ്കെയിൽസ് ആണ് വരുന്നത്, സ്കെയിൽസ്. അതുപോലെ 14 നോക്കുകയാണെങ്കിൽ 14 ലൈൻസ് ആണ് വരുന്നത്. 14 എന്ന് പറയുമ്പോൾ ലൈൻസ് ആണ് വരുന്നത്. ഇതല്ലാതെ തന്നെ നമുക്ക് കോഡ് ബുക്കിൽ ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള 1-2 കൂടെ പറയാം. ടൈറ്റിൽ ബ്ലോക്ക് ചോദിച്ചിട്ടുള്ളതാണ്. IS 11665/1985 അത് ടൈറ്റിൽ ബ്ലോക്കാണ്, ടൈറ്റിൽ ബ്ലോക്ക്. അതുപോലെ തന്നെ IS 11656/1984 ആണ്, 1984. അതെന്ന് പറഞ്ഞാൽ ഫോൾഡിങ് ഓഫ് ഷീറ്റാണ് വരുന്നത്, ഫോൾഡിങ് ഓഫ് ഷീറ്റ്. ദെൻ IS 1360/1989 ആണെങ്കിൽ T² കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ IS 1361/1988 എന്ന് പറയുന്നത് Z² കുറിച്ചാണ് പറയുന്നത്, Z². ഓക്കെ, ഇത്രയും കോഡ് ബുക്ക് കൂടെ ഒന്ന് നോക്കിയിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. റെഡ് കളർ ഓഫ് ദ ടൈൽ ഈസ് മെയിൻലി ഡ്യൂ ടു. റെഡ് കളർ എന്ന് പറയുന്നത് ഈ താഴെ പറയുന്നതിൽ അയൺ ഓക്സൈഡിൻ്റെ കണ്ടൻറ്റ് കൊണ്ടാണ് വരുന്നത്. വോളിയം ഓഫ് 1 ബാഗ് സിമെൻറ്റ് വെയിങ് 50 kg. 50 kgയുടെ വരുമ്പോൾ ഓപ്ഷൻ എ ആണ്. 0.034 അല്ലെങ്കിൽ 35 എന്ന് ചോദിക്കാം. ദെൻ ലൈം ഈസ് യൂസ്ഡ് ഫോർ. ലൈം എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം? കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ള മെട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യാം, പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ സോയിലിൻ്റെ അഗ്രികൾച്ചറലിലുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എ ബ്രിക്ക് മൗൾഡഡ് വിത്ത് എ റൗണ്ട് ആംഗിൾ ഈസ് ടേംഡ് ആസ്. ശ്രദ്ധിക്കേണ്ടത്, പെട്ടെന്നൊരു റൗണ്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്നിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഫോക്കസ് ചെയ്യരുത്. കാരണം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ തന്നിട്ടുണ്ട്. ബുൾനോസ് റൗണ്ടഡ് ആണ്, കൗനോസ് റൗണ്ടഡ് ആണ്, കോപ്പിങ്ങിലും റൗണ്ടഡ് ഉണ്ട്. സോ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബേസ് ഫോർ മേക്കിംഗ് പെയിൻറ്റ്. പെയിൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ബേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ആകെ ബേസ് ആയിട്ട് ഒരെണ്ണേ ഉള്ളൂ. അതേതാണ്? വൈറ്റ് ലെഡ് ആണ്. ലിൻസീഡ് ഓയിൽ വെഹിക്കിളാണ്. ടർപ്പൻറ്റൈനൊക്കെ സോൾവെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഓപ്ഷൻ എ എഴുതാൻ പറ്റും. സ്റ്റെയർ ടേണിംഗ് ത്രൂ 2 റൈറ്റ് ആംഗിൾസ്. എത്രയാണ്? 2 റൈറ്റ് ആംഗിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 2 × 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ വരുന്നത് ഹാഫ് ടേൺ സ്റ്റെയർ ആണ് വരുന്നത്, ഹാഫ് ടേൺ സ്റ്റെയർ. ദിസ് ഈസ് ദ കോമൺ ടൈപ്പ് ഓഫ് സ്ലോപ്പിംഗ് റൂഫ് വിച്ച് സ്ലോപ്പ് ഈസ് 2 ഡയറക്ഷൻ. 2 ഡയറക്ഷനിലേ ഉള്ളൂ എങ്കിൽ അതെന്തായിരിക്കും? ഗേബിൾ റൂഫ് ആയിരിക്കും. ഹിപ്പ് റൂഫൊക്കെ 4 ഡയറക്ഷൻസ് ആണ് വരുന്നത്. ലീൻ ടു റൂഫ് 1 ഡയറക്ഷൻസ് ആണ് വരുന്നത്. എ സ്ലാബ് വെൻ സപ്പോർട്ടഡ് 1, 2 സൈഡ്സ് അല്ലെങ്കിൽ 4 സൈഡ്സ് ആൻഡ് ഇഫ് ദ ലെങ്ത് ഓഫ് ദ സ്ലാബ് എക്സീഡ്സ് 2 times its width ഈസ് നെയിംഡ് ആസ്. ശ്രദ്ധിക്കുക, ഹൈലൈറ്റ് പോയിൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് സ്ലാബ് എന്ന് പറയുന്നത് എക്സീഡ് ചെയ്യും, 2 times വിഡ്ത്തിനേക്കാളും എക്സീഡ് ചെയ്യും എന്നാണ് പറയുന്നത്.
സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം, എങ്കിലേ നമുക്ക് ഈ ഒരു ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ, മാറിപ്പോകരുത്. നമുക്ക് 42 വരുന്നത് എ ആണ്. കോൺക്രീറ്റ് വിത്തൗട്ട് റീൻഫോഴ്സ്മെൻറ്റ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റീൻഫോഴ്സ്മെൻറ്റ് ഇല്ലാത്ത കോൺക്രീറ്റിന് നമ്മൾ എന്തെന്നാണ് പറയുന്നത്? PCC എന്നാണ് പറയുന്നത്, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് എന്നാണ് പറയുന്നത്. സോ RCC അറിയാലോ, റീൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്, RMC റെഡി മിക്സ് കോൺക്രീറ്റ്. ഓക്കെ. Which type of piles are commonly recommended for safe and economical foundation in black cotton soil? ശ്രദ്ധിക്കുക, ബ്ലാക്ക് കോട്ടൺ സോയിലിൻ്റെ കാര്യമാണ് അവരെടുത്ത് പറഞ്ഞേക്കുന്നത്. ബ്ലാക്ക് കോട്ടൺ സോയിലിൻ്റെ ആ ഒരു എക്കണോമിക്കൽ കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യുമെന്നാണ്. ബ്ലാക്ക് കോട്ടൺ എന്ന് കണ്ടാലേ നമുക്കറിയാവുന്ന കാര്യമാണ്. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ഏതാണ്? അണ്ടർ റീംഡ് പൈൽസ്. നമ്മൾ ബൾബൊക്കെ കൊടുത്ത് ചെയ്യുന്ന ഒരു ടൈപ്പ് പൈൽസാണ് അണ്ടർ റീംഡ് പൈൽസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ ഷീറ്റ് പൈൽസ് എന്താണെന്ന് അറിയണ്ടേ? ഹൊറിസോണ്ടലി വരുന്ന പ്രഷറിനെ ക്യാരി ചെയ്യുന്ന ഒരു നോൺ ലോഡ് ബിയറിംഗ് പൈൽസ് ആണ്. നോർമലി ലാറ്ററൽ ത്രസ്റ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്രഷറിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഷീറ്റ് പൈൽസ് എന്ന് പറയുന്നത്. അതുപോലെ ബിയറിംഗ് പൈൽസ് എന്ന് പറയുമ്പം അതിൻ്റെ ലോഡ് ട്രാൻസ്ഫോർമേഷൻ വരുന്നത് ഹാർഡർ സ്ട്രേറ്റ വഴിയായിരിക്കും. ഫ്രിക്ഷൻ പൈൽസ് എന്ന് പറയുമ്പം അതിൻ്റെ ഫ്രിക്ഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ എന്ത് വരുന്നത് എന്ന് വെച്ചാൽ ആ സൈഡിലുള്ള നമ്മുടെ ആ ഒരു കോണ്ടാക്റ്റ് സർഫസ് എന്ന് വെച്ചാൽ ഇപ്പോൾ പൈൽസ് ഇറക്കുവാണെങ്കിൽ അതിൻ്റെ ഹാർഡ് സ്ട്രാറ്റത്തിൽ ടച്ച് ചെയ്യത്തില്ല. അപ്പോൾ സൈഡിലുള്ള ആ ഒരു ഫ്രിക്ഷൻ കാരണമൊക്കെയാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ പൈൽസ് എന്ന് പറയുന്നത്. ഈ ടൈപ്സ് ഓഫ് പൈൽസ് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ തന്നെ അപ്ലിഫ്റ്റ് പൈൽസിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലിഫ്റ്റ് പ്രഷറിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഏതെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അപ്ലിഫ്റ്റ് പ്രഷർ കാരണം ഒരു ആങ്കർ ഡൗൺ സ്ട്രക്ചറിന് വന്നു കഴിഞ്ഞാൽ അവിടെ കൊടുക്കുന്ന ഏതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, അത് ടെൻഷൻ പൈലാണ്. അതുപോലെ തന്നെ നമ്മൾ ഷിപ്പിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊട്ടക്ഷനായിട്ട് കൊടുക്കുന്ന പൈൽസ് ഫെൻഡർ പൈൽസ് ആണ്. ഒരു ക്ലസ്റ്റർ ഓഫ് പൈൽസ് ഓഫ് ആങ്കർ ഡൗൺ ദി ഷിപ്പ് എന്ന് ചോദിച്ചാൽ അത് ഡോൾഫിൻ പൈൽസ് ആണ്. അപ്പോൾ ഈ പൈൽസിൽ വരുന്നത് പൈലിൻ്റെ ഏകദേശമുള്ള എല്ലാ ക്ലാസിഫിക്കേഷനും ഒന്ന് അറിഞ്ഞിരിക്കുക, കാരണം എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ആ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടെമ്പററി റിജിഡ് സ്ട്രക്ചർ ഹാവിംഗ് പ്ലാറ്റ്ഫോം റേസ്ഡ് അപ്പ് ആസ് ദ ബിൽഡിംഗ് ഇൻക്രീസസ് ഇൻ ഹൈറ്റ് ഈസ് കോൾഡ്. ശ്രദ്ധിക്കുക, ഫസ്റ്റേ അവർ പറഞ്ഞിട്ടുണ്ട് ടെമ്പററി റിജിഡ് സ്ട്രക്ചറാണ്. പ്ലാറ്റ്ഫോം ഉണ്ട്, ചെറിയൊരു റൈസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ്. ഹൈറ്റ് കൂടിയിട്ടുള്ള ബിൽഡിങ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതാണ് അവർ മീൻ ചെയ്തിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സ്കഫോൾഡിംഗ് ആണ്. മാറിപ്പോവരുത്, ഷോറിങ്ങിലോട്ടൊന്നും പോവരുത്. ടെമ്പററി റിജിഡ് സ്ട്രക്ചർ എന്ന് പറയുന്നുണ്ട്, ഹാവിങ് പ്ലാറ്റ്ഫോം ഉണ്ട്. പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ആൻസർ എന്തായിരിക്കും വരുന്നത്? സ്കഫോൾഡിംഗ് ആയിരിക്കും. നെക്സ്റ്റ്, സ്ട്രെച്ചർ ബോണ്ട് ഈസ് യൂഷ്വലി യൂസ്ഡ്. സ്ട്രെച്ചർ ബോണ്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് 1 ബ്രിക്ക് വാളിനാണ്. ദ ടെർമിനേഷൻ ഓഫ് എ വോൾ ഈസ് സ്റ്റെപ്ഡ് ഫാഷൻ ഈസ് നോൺ ആസ്. നമ്മുടെ ആ ഒരു ബ്രിക്സ് ഇപ്പോൾ 1 ഡേയുടെ വർക്കൊക്കെ തീരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളിനി ഫ്യൂച്ചറിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ മാനറിലായിരിക്കും നമ്മൾ ബ്രിക്ക് സെറ്റ് ചെയ്യുന്നത്. സോ അതിൽ സ്റ്റെപ്ഡ് മാനറിലാണ് എങ്കിൽ അതിന് നമ്മൾ റേക്കിംഗ് ബാക്ക് എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഓൾട്ടർനേറ്റീവായിട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന കോഴ്സസ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണെങ്കിൽ അതിനെ നമ്മൾ ടൂത്തിങ് എന്ന് പറയും. നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി. എ പ്രൊജക്റ്റിംഗ് സ്റ്റോൺ വിച്ച് യൂഷ്വലി പ്രൊവൈഡ് ടു സെർവ് ആൻഡ് സപ്പോർട്ട് ഫോർ റൂഫ് ട്രസ് ബീം വെതർ ഷെഡ് ഈസ് നോൺ ആസ്. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പ്രൊജക്റ്റിംഗ് സ്റ്റോൺ ആണ്. അതും എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? റൂഫ് ട്രസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. സോ അതിന് നമ്മൾ പറയുന്നത് എന്താണ്? കോർബലാണ്. ആൻസർ വരുന്നത് കോർബലാണ് വരുന്നത്. സ്വാഭാവികമായിട്ട് കോഴ്സ് എന്താണ്, കോപ്പിംഗ് എന്താണ്, കോർണൈസ് എന്താണെന്ന് ഒരു ഡൗട്ട് തോന്നാം. ഇതിൽ തന്നെ കോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബ്രിക്ക് ആയിക്കോട്ടെ സ്റ്റോൺ ആയിക്കോട്ടെ അത് ലേ ചെയ്യുന്ന ആ ഒരു ഹൊറിസോണ്ടലി ഉള്ള ലെയറില്ലേ, അതിനെയാണ് നമ്മൾ കോഴ്സ് എന്ന് പറയുന്നത്. കോപ്പിംഗ് എന്ന് പറയുമ്പം റെയിൻ വാട്ടറിനെയൊക്കെ ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് കോപ്പിംഗ്. കോർണൈസ് ശ്രദ്ധിക്കുക, ORN, കോർണൈസ്, ഓർണമെൻ്റൽ വർക്കിന് വേണ്ടി. ഒരു ഹിൻ്റായിട്ടാണ് ഞാൻ ORN എന്നുള്ള രീതിക്ക് പറഞ്ഞത്. എന്താണ്, ഓർണമെൻ്റൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കോർണൈസ് എന്ന് പറയുമ്പം ഓർണമെൻ്റൽ വർക്കിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന. കോർബല് റൂഫ് ട്രസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന. ഈ റൂഫ് ട്രസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുന്ന കോർബലിൽ 2/3 പോർഷൻസ് വോളിനകത്തോട്ട് പെനിട്രേറ്റ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത്, സ്ക്രീനിങ് പ്രൊവൈഡഡ് ഫോർ എ ഇൻഡിവിജ്വൽ ഫ്രം അതേഴ്സ്. നമ്മുടെ പ്രൈവസിയെക്കുറിച്ച് കോഡ് ബുക്കിൽ പറയുമ്പം അവിടെ എടുത്തു പറയുന്നതാണ് ഈ സ്ക്രീനിങ് എന്ന് പറയുന്നത്. സ്ക്രീനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ പ്രൈവസിയാണ്. സോ ആൻസർ വരുന്നത് പ്രൈവസി.
ദ പാരാമീറ്റേഴ്സ് വിച്ച് ഗവേൺ ദ ഓറിയൻറ്റേഷൻ ഓഫ് ദ ബിൽഡിംഗ്. ബിൽഡിങ്ങിൻ്റെ ഓറിയൻറ്റേഷന് വേണ്ടിയിട്ട് ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണ്, വിൻഡാണ്, ഹ്യൂമിഡിറ്റി, ഇതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിൽഡിങ്ങിൻ്റെ ഓറിയൻറ്റേഷൻ ചെയ്യുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതിൻ്റെ നെക്സ്റ്റ് 50 ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്, കാരണം ഒരുപാട് ലെങ്തി ആയിപ്പോയി. സോ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടുമോ അതെല്ലാം നിങ്ങൾ നോക്കുക, കാരണം പ്രീവിയസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ എടുക്കുമ്പോൾ കുറച്ചധികം വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അതൊക്കെയാണ് ഇപ്പോഴത്തെ എക്സാംസിന് അവർ റിപ്പീറ്റ് ചെയ്തിട്ടുകൊണ്ടിരിക്കുന്നത്. സോ മാക്സിമം ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കാം.